السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അടുത്തതായി അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, വ അമറനി അല്ല അസ്അല അഹദൻ ഷൈഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, ഒരാളോടും ഒന്നും തന്നെയും ചോദിക്കരുത് എന്ന കാര്യവും എനിക്ക് വസിയത്തായി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഒരാളോട് ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത് എന്നാണ്. നമുക്കൊരത്യാവശ്യമല്ല, അല്ലെങ്കിൽ നമുക്കൊരാവശ്യമില്ല, ഒരു മസ്അല അതറിയേണ്ട ഒരാവശ്യമല്ല, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് യാതൊരു പ്രയാസമല്ല, ജീവിക്കുന്നതിൽ യാതൊരു പ്രയാസമല്ല, ആ രൂപത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ആളുകളോട് പൈസയും മറ്റുമൊക്കെ ചോദിക്കുക. എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് ആവശ്യമില്ലാത്തതാണ് എങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആളുകളോട് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ. ഒരു വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ് ദുല്ലനി അല അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു അഹബ്ബനി അന്നാസ്. അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എനിക്കൊരു അമൽ പറഞ്ഞു തരണം. എങ്ങനെയുള്ള അമലാണ്? ഞാൻ ആ അമൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവും എന്നെ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും, രണ്ടുപേരും ഇഷ്ടപ്പെടുന്നതായ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫഖാൽ ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബക്കന്നാസ്. നീ ചെയ്യേണ്ടത് എന്താണ്? ദുനിയാവിൽ നീ ഒരു സുഹദുള്ളവനാകും, നീ ദുനിയാവിനോടൊരു വിരക്തിയുള്ളവനാകും. അതായത് ദുനിയാവിലൊന്നും നേടണ്ട, കരസ്ഥമാക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ദുനിയാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിനോടൊരു വിരക്തി നിനക്കുണ്ടാകണം, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. മാത്രമല്ല വസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബക്കല്ലാഹ്. നീ ജനങ്ങളുടെ അടുക്കലുള്ളത് നീ വിരക്തി കാണിച്ചാൽ, അത് ജനങ്ങളുടെ അടുക്കൽ നിന്ന് നിനക്ക് കിട്ടണ്ട എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവിടെ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. നമുക്കറിയാം, എല്ലാവരോടും ചോദിച്ച് നടക്കുന്ന ഒരാളുകളെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസമായിരിക്കും, അയാളുടെ അടുത്തേക്ക് വന്നിരുന്നില്ലെങ്കിൽ എന്നായിരിക്കും ആഗ്രഹിക്കുക. നേരെ മറിച്ച് ആരോടും ഒന്നും ചോദിക്കാതെ തനിക്ക് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മുടെ അടുത്ത് വരുന്നതും ഇരിക്കുന്നതും സംസാരിക്കുന്നതും യാതൊരു പ്രയാസവും നമുക്കുണ്ടാവില്ല. മാത്രമല്ല അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ നീ ജനങ്ങളുടെ അടുക്കലുള്ളത് നീ ആഗ്രഹിക്കാതിരുന്നാൽ, അതിൽ വിരക്തി കാണിച്ചു കഴിഞ്ഞാൽ യുഹിബ്ബക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുമെന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് സഅദ് ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.